എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. ഹൃദയമുള്ള എല്ലാവർക്കും ആശങ്കയാണ് എപ്പോഴാണ് ഇതിന് ബുദ്ധിമുട്ട് വരിക എന്നുള്ളത്. അത് ദഹനസംബന്ധമായ പ്രശ്നം ഉണ്ടായിട്ട് നെഞ്ചിനകത്ത് ചെറിയൊരു വേദന വന്നാലോ, അത് ഏതെങ്കിലും തരത്തിലുള്ള മസ്കുലർ പെയിൻ അല്ലെങ്കിൽ മസിലിനെ പേശികളെ സംബന്ധിച്ച വേദന ആയാൽ പോലുമോ ആദ്യം നമ്മളൊന്ന് ശങ്കിക്കുക, ഇത് ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണമാണോ എന്നൊക്കെയാണ്. ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുക കൊറോണറി ആർട്ടറി ഡിസീസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ രക്തധമനികളിൽ കൊഴുപ്പടിഞ്ഞു കൂടിയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടായി നമ്മുടെ ഹൃദയ പേശികളിലേക്ക് രക്തം പ്രവാഹം കുറയുന്നത് വഴി ഉണ്ടാകുന്ന വേദനയും അത് ചിലപ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തേക്കാം. ഇന്ന് നമ്മൾ കാണുന്നത് ഈ ക്ലോക്ക് ഫോർമേഷനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മൾ ബ്ലോക്ക് എന്ന് സാധാരണയായിട്ട് പറയുന്ന ഈ പ്രക്രിയയെ എങ്ങനെ ഭക്ഷണ ക്രമീകരണത്തിൽ കൂടി മാറ്റാം എന്നുള്ളതാണ്. ഈ ക്ലോഗിങ് എന്ന് പറയുന്നതാണ് അതിനെ ടെക്നിക്കലി പറയുക, അല്ലെങ്കിൽ അതിനകത്ത് ബ്ലോക്ക് ഉണ്ടാവുക. ഇത് സാധാരണ നമ്മുടെ ശരീരത്തിലെ രക്തത്തിനകത്തുള്ള ഫൈബ്രിൻ എന്ന് പറയുന്ന ഒരു കണ്ടൻറ്റും അതുപോലെ തന്നെ കാൽഷ്യവുമായിട്ട് ചേർന്നിട്ടാണ് ഈ ക്ലോഗ് ഉണ്ടാകുക. അപ്പോൾ ഫൈബ്രിനും കാൽഷ്യവുമായിട്ട് ചേർന്നിട്ട് ക്ലോഗ് ഉണ്ടാവാം. അതേപോലെ തന്നെ LDL, നമ്മൾ ചീത്ത കൊളസ്ട്രോൾ എന്നൊക്കെ തെറ്റിദ്ധാരണ മൂലം വിളിക്കുന്ന ഒരു കൊളസ്ട്രോൾ കണ്ടൻറ്റ് ഉണ്ട്. അത് LDL എന്ന് പറയുന്ന ഒരു ഷെല്ലിനകത്തുള്ള കൊളസ്ട്രോളാണ്. ഈ LDLൻ്റെ ഓക്സീകരണം കൊണ്ടാണ് സാധാരണഗതിയിൽ നമുക്ക് ഈ ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുക. അപ്പോൾ ഫൈബ്രിനും കാൽഷ്യവും ഓക്സീകരണം നടന്ന LDLും, സാധാരണ LDL കുഴപ്പക്കാരനല്ല, ഓക്സീകരണം നടന്ന LDLും ചേരുമ്പോഴാണ് അവിടെ പ്ലാക്ക് ഫോർമേഷൻ എന്ന് പറയുന്ന ബ്ലോക്ക് ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്ലോക്കിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യമായിട്ട് ഏറ്റവും പ്രഥമഗണനീയമായിട്ടുള്ളത് അവക്കാഡോ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ്. നമുക്കെല്ലാം ഇപ്പോൾ സുപരിചിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ് അവക്കാഡോ. അവക്കാഡോ ഡെയിലി കൺസംഷൻ എല്ലാ ദിവസവും കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിനകത്തുള്ള LDLൻ്റെ അളവ് കുറക്കാൻ വേണ്ടിയിട്ടും HDLൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കും. LDL ആണ് ഓക്സീകരണത്തിന് സാധ്യത ഉള്ളത്. അത് ഓക്സീകരണം നടന്നാലാണ് ബ്ലോക്ക് അറ്റാക്ക് ഉണ്ടാവുക. അതുകൊണ്ട് അവക്കാഡോ സ്ഥിരമായി കൺസ്യൂം ചെയ്യുന്നത് വളരെ നല്ല ഒരു കാര്യമായിട്ട് നമുക്ക് പരിഗണിക്കാം. നമ്പർ 2, പൊമഗ്രനേറ്റ്. ഉറുമാമ്പഴം എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പൊമഗ്രനേറ്റിനകത്തുള്ള ഫൈറ്റോ കെമിക്കൽസ്, ഇത് നമ്മുടെ ഒരു ആൻറ്റി ഓക്സിഡൻ്റായിട്ട് വർക്ക് ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, LDL എന്ന് പറയുന്ന ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഉണ്ടാകുന്ന ഓക്സീകരണമാണ് ബ്ലോക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഓക്സീകരണത്തിനെ അല്ലെങ്കിൽ ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റായിട്ട് നമുക്ക് പൊമഗ്രനേറ്റിനെ നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ ഇത് ആർട്ടറിക്കകത്തുള്ള ലൈനിങ്, അതിനകത്തുള്ള ലൈനിങ്ങിന് തകരാറ് വരുമ്പോഴാണ് അവിടെ ക്ലോഗ് ഫോർമേഷൻ ഉണ്ടാകുന്നത്. ആ ലൈനിങ്ങിനെ സംരക്ഷിച്ച് നിർത്താനുള്ള ഒരു പ്രത്യേക കഴിവും പൊമഗ്രനേറ്റിൻ്റെ ചില ഘടകങ്ങൾക്കുണ്ട്. പൊമഗ്രനേറ്റ് കഴിക്കുന്നത് കൊണ്ട് നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് ശരീരത്തിൽ വർദ്ധിക്കും. നമ്മൾ പലപ്പോഴും ചില രോഗികളൊക്കെ നൈട്രിക് ഓക്സൈഡ് അടങ്ങിയ മരുന്നുകളൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ടാവും. നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രക്തധമനികൾക്ക് ഒരു റിലാക്സേഷൻ കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിജിഡിറ്റി, അതിൻ്റെ കട്ടി കുറക്കാൻ വേണ്ടി സഹായിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ബ്ലോക്കോ അറ്റാക്കോ ഒക്കെ വരാനുള്ള സാധ്യതകൾ കുറക്കും. അപ്പോൾ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ ശരീരത്തിനകത്ത് വർദ്ധിപ്പിക്കാനും ഉറുമാമ്പഴത്തിന് അല്ലെങ്കിൽ പൊമഗ്രനേറ്റിന് കഴിയും. മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഗ്രീൻ ടീ ആണ്. കാറ്റച്ചിൻസ് എന്ന് പറയുന്ന കണ്ടൻസ്, കെമിക്കൽ കണ്ടൻസ് ഇതിനകത്തുണ്ട്. ഈ കാറ്റച്ചിൻസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷൻ ഇത് കുറക്കും. അതുകൊണ്ട് തന്നെ വെയ്റ്റ് മാനേജ്മെൻറ്റ്, കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ടുള്ള അമിതവണ്ണം കുറക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഒരു മനുഷ്യൻ്റെ ശരിയായിട്ടുള്ള പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും ഗ്രീൻ ടീ നമ്മളെ സഹായിക്കും. ഇനി അടുത്തത് ബ്രോക്കോളിയാണ്. ബ്രോക്കോളിയൊക്കെ ഇന്ന് നമ്മുടെ മാർക്കറ്റിലൊക്കെ സുലഭമായിട്ട് ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് വൈറ്റാമിൻ K ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. വൈറ്റാമിൻ K നമുക്കറിയുന്നത് പോലെ കാൽഷ്യത്തിൻ്റെ കാൽസിഫിക്കേഷൻ കുറക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ്. എക്സസീവ് കാൽഷ്യം ശരീരത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ അത് കാൽസിഫിക്കേഷനായി അത് ബ്ലോക്കായിട്ട് മാറാനുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ടാണ് ഈ രക്തത്തിനകത്തുള്ള എക്സസീവായിട്ട് അധികമായിട്ട് വരുന്ന കാൽഷ്യത്തിനെ എടുത്ത് നമ്മുടെ അസ്ഥികളിൽ, ബോൺസിലൊക്കെ കൊണ്ടുപോയി നിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് വൈറ്റാമിൻ K, പ്രത്യേകിച്ച് വൈറ്റാമിൻ K2. അത് ബ്രോക്കോളിയിലുള്ളത് കൊണ്ടാണ് ഇത് വളരെ ഗുണപ്രദമായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അതേപോലെ തന്നെ LDLൻ്റെ ഓക്സീകരണം കുറക്കാൻ വേണ്ടിയിട്ടും ബ്രോക്കോളിക്ക് കഴിവുണ്ട്. അടുത്തതായിട്ട് ഗ്രീൻസാണ്, അല്ലെങ്കിൽ പച്ച നിറമുള്ള ഇലക്കറികളും വെജിറ്റബിൾസും. ഈ ഗ്രീൻസിനകത്ത് ഹോമോസിസ്റ്റീനൊക്കെ ധാരാളമായിട്ടുണ്ട്.
ഹോമോസിസ്റ്റീൻ കുറയുന്നത് വഴി തന്നെ കൊറോണറി വാസ്കുലർ ഡിസീസ് അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്കിനെ ചെറുക്കാൻ വേണ്ടി നമുക്ക് കഴിയും. അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ധാരാളമായിട്ട് ഫൈബേഴ്സ് ഉണ്ട്, വൈറ്റമിൻ കെ ഉണ്ട്, ഫോളേറ്റ്സ് ഉണ്ട്. ഫോളേറ്റ്സും വൈറ്റമിൻ കെയും ഫൈബേഴ്സും ഉള്ളത് കൊണ്ടാണ് ഗ്രീൻസ് നമ്മുടെ ശരീരം അല്ലെങ്കിൽ പച്ച നിറമുള്ള ഇലക്കറികളും വെജിറ്റബിൾസ് നമുക്ക് ധാരാളമായിട്ട് ഹൃദയത്തിന് ഗുണപ്രദമായിട്ട് വഹിക്കുന്നു എന്ന് പറയുന്നത്. ആറാമതായിട്ട് പറയാനുള്ളത് നട്ട്സാണ്. എല്ലാ വിധത്തിലുള്ള നട്ട്സും നമ്മുടെ ഹൃദയത്തിന് ഗുണപ്രദമായ കാര്യങ്ങൾ തന്നെയാണെങ്കിലും അതിൽ പ്രഥമഗണനീയമായിട്ടുള്ളത് ആൽമണ്ട്സ് ആണ്. ആൽമണ്ട്സിനകത്തുള്ള മോണോസാക്കറൈഡ്സ്, ഫാറ്റ്, അതുപോലെ തന്നെ അതിനകത്തുള്ള വൈറ്റമിൻ ഇ, അതുപോലെ ഇതിനകത്ത് ധാരാളമായിട്ടുള്ള ഫൈബേഴ്സ്, ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിന് വളരെയധികം സഹായിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നട്ട്സ് എന്ന് പറയുന്നത് വാൾനട്ടാണ്. വാൾനട്ടിനകത്തുള്ള ആൽഫ ലിപ്പോയിക് ആസിഡ് എന്ന് പറയുന്ന കണ്ടൻറ്റ് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഈ ആൻറ്റി ഓക്സിഡൻറ്റും തീർച്ചയായിട്ടും ഹൃദയാഘാതത്തെ തടുക്കാൻ സഹായിക്കുന്ന, അതുപോലെ തന്നെ ക്ലോക്ക് ഫോർമേഷൻ അല്ലെങ്കിൽ ബ്ലോക്കിനെ തടയാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് നട്ട്സും ഇതിന് വളരെ നല്ലതായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാം. ഏഴാമതായിട്ട് പറയാനുള്ളത് ആപ്പിളാണ്. ആപ്പിൾ എപ്പോഴും നമ്മൾ പറയും ഈറ്റ് ആൻ ആപ്പിൾ കീപ് ദ ഡോക്ടർ എവേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എപ്പോഴും ആപ്പിൾ കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ സുഖകരമാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഒഹിയോ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പഠനം പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ ആപ്പിൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ അല്ലെങ്കിൽ ഹൃദയാഘാത നിരക്കിനെ ക്രമാതീതമായിട്ട് കുറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഘടകമായിട്ടാണ്. കാരണം ആപ്പിളിനകത്ത് പെക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ഈ പെക്റ്റിൻ എപ്പോഴും ക്ലോഗിൻ്റെ ഫോർമേഷനെ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ആ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള ടെൻഡൻസിയെ ശരീരത്തിനകത്ത് കുറച്ച് കൊണ്ടുവരാനുള്ള കെൽപ്പുള്ളതാണ്. എട്ടാമതായിട്ട് പറയാനുള്ളത് ക്രാൻബെറിയാണ്. പലതരത്തിലുള്ള ബെറീസും നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ് ഇന്ന്. അതിൽ തന്നെ ക്രാൻബെറി വളരെയധികം രോഗങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ച് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷനൊക്കെ വരുന്ന സമയത്ത്, മൂത്രക്കടച്ചിലൊക്കെ വരുന്ന സമയത്തൊക്കെ ക്രാൻബെറി ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻഫ്ലമേഷൻസ്, നീർക്കെട്ടൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. LDL കുറക്കാനും HDL വർദ്ധിപ്പിക്കാനും ഒക്കെ ഈ ക്രാൻബെറിക്ക് പ്രത്യേകമായിട്ടുള്ള കഴിവുണ്ട്. അപ്പോൾ ക്രാൻബെറിയും നമ്മുടെ ദൈനംദിന ഭക്ഷണ ക്രമീകരണത്തിൽ ഉപയോഗപ്പെടുത്തുന്നതും ഒരു പക്ഷേ നന്നായിട്ട് ഇതിനെ സഹായിക്കാം. ഒമ്പതാമതായിട്ട് പറയാനുള്ളത് ടെർമറിക്കാണ്, അല്ലെങ്കിൽ മഞ്ഞളിലെ കർക്കുമിൻ എന്ന് പറയുന്ന കണ്ടൻ്റൊക്കെയാണ് ഇതിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. ആർട്ടീരിയൽ സ്ക്ലിറോസിസ് എന്ന് നമ്മൾ വിളിക്കുന്ന, അല്ലെങ്കിൽ കൊഴുപ്പ് രക്തക്കുഴലുകൾക്ക് അകത്ത് അടിഞ്ഞുകൂടുന്ന പ്രോസസ്സ്, അതാണ് ആർട്ടീരിയൽ സ്ക്ലിറോസിസ് എന്ന് പറയുന്നത്. ഇതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കഴിവ് ഈ ടെർമറിക്കിനുണ്ട്. അതുപോലെ തന്നെ ഇതൊരു നല്ല ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇൻഫ്ലമേഷൻസ് പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ് ഈ മഞ്ഞളിലുള്ള കർക്കുമിൻ എന്ന് പറയുന്നത്. അപ്പോൾ മഞ്ഞൾ ശരിയായ അനുപാതത്തിൽ ഉപയോഗിക്കുന്നതും വളരെ നല്ലതായിട്ട് തന്നെ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പത്താമതായിട്ടുള്ളത് ഒലീവ് ഓയിലാണ്. ഒലീവ് ഓയിലിനകത്തുള്ള ഒലീക് ആസിഡ് ഏകദേശം കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചില പഠനങ്ങൾ പറയുന്നത് 41% ഹാർട്ട് അറ്റാക്കിൻ്റെ അളവ് കുറക്കുന്നു എന്നാണ്. അപ്പോൾ അതൊരു വലിയ കാര്യമാണ്. 41% കൊറോണറി വാസ്കുലർ ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിനെ ചെറുക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഒലിവ് ഓയിൽ. അപ്പോൾ ഒലിവ് ഓയിൽ വാങ്ങുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല ബ്രാൻഡ് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ ചില കണ്ടൻറ്റുകൾ നമ്മൾ ചൂടാക്കുമ്പോഴൊക്കെ അത് മോശമാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, കഴിയുന്നത്രത്തോളം തിളപ്പിക്കാതെ തന്നെ ഒലിവ് ഓയിൽ ഉപയോഗിക്കുക. ഏറ്റവും കൂടുതൽ നല്ലത് വെജിറ്റബിൾസിലൊക്കെ ഡ്രസ്സ് ചെയ്യാനൊക്കെ ഇത് ധാരാളമായിട്ട് ഉപയോഗിക്കാം. 11ാമതായിട്ടുള്ളത് ഗാർലിക്കാണ്. ഗാർലിക് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഒരു 4000 mcg ഒരു ദിവസം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അറ്റാക്കിൻ്റെ സാധ്യത അല്ലെങ്കിൽ കൊളസ്ട്രോളിൻ്റെ അളവ്, ഇതൊക്കെ ഹൃദയത്തിൻ്റെ ആരോഗ്യമൊക്കെ വളരെയധികം വ്യത്യാസം വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. 12ാമതായിട്ട് പറയാൻ പറ്റുന്നത് ടൊമാറ്റോ ആണ്. തക്കാളി. ടൊമാറ്റോക്കകത്ത് ലൈക്കോപ്പിൻ എന്ന് പറയുന്ന ഒരു കണ്ടൻ്റ് ഉണ്ട്. ലൈക്കോപ്പിൻ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓക്സീകരണത്തിനെ ചെറുക്കുന്ന കാര്യമാണ്. അപ്പോൾ ടൊമാറ്റോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു മെഡിസിനൽ പ്ലാന്റ് ആണ് ശതാവരി, അല്ലെങ്കിൽ നമ്മൾ ആസ്പെരാഗസ് എന്ന് വിളിക്കുന്ന കാര്യം. ഈ ശതാവരി കൃത്യമായിട്ട് കഴിക്കുന്ന, ശതാവരി കിഴങ്ങ ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. അതൊക്കെ കഴിക്കുന്നത് അതിൽ ധാരാളമായിട്ട് ഉള്ള ഫൈബറും അതുപോലെ തന്നെ വൈറ്റാമിനുകളും നമ്മുടെ ശരീരത്തിനെ, പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ വളരെയധികം സഹായിക്കുന്നതാണ്. ഫൈബർ കണ്ടൻറ്റ് ഗുണമാണ്. വൈറ്റാമിൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള വൈറ്റാമിനൊന്നല്ല ശതാവരിയിലുള്ളത്. അതിൽ വൈറ്റാമിൻ കെ ഉണ്ട്, വൈറ്റാമിൻ B1 ഉണ്ട്, വൈറ്റാമിൻ B12 ഉണ്ട്, വൈറ്റാമിൻ സി ഉണ്ട്, വൈറ്റാമിൻ ഇ ഉണ്ട്. വൈറ്റാമിൻ ഇയും സിയും ഒക്കെ നമ്മൾ അറിയുന്ന പോലെ നല്ല ഒരു ആൻറ്റി ഓക്സിഡൻറ്റുകളാണ്. അപ്പോൾ
ഓക്സീകരണം പരമാവധി കുറക്കാൻ വേണ്ടി ഇതിനൊക്കെയുള്ള കഴിവുണ്ട്. ഇനി ഒന്ന് ഓറഞ്ച് ജ്യൂസാണ്. ചില പഠനങ്ങൾ പറയുന്നത് നിങ്ങൾ തനി ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ വെള്ളം ചേർക്കാതെയുള്ള ഓറഞ്ച് ജ്യൂസ്, തീർച്ചയായിട്ടും പഞ്ചസാര ചേർക്കാനേ പാടില്ല, അത്തരത്തിലുള്ള ഓറഞ്ച് ജ്യൂസ് കൃത്യമായിട്ട് കഴിക്കുന്നതും ഹൃദയത്തിൻ്റെ പ്രവർത്തനം സന്തുലിതമായിട്ട് നിലനിർത്താൻ വേണ്ടി സഹായിക്കും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത് omega-3 ആണ്. ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും omega-3ക്കുള്ള സ്ഥാനത്തിനെ കുറിച്ചിട്ട് ആയിരക്കണക്കിന് പേപ്പേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്, റിസർച്ച് പേപ്പേഴ്സ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് പറയാൻ പറ്റുന്നത് ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. ഇൻഫ്ലമേഷൻസിനെ ചെറുക്കാനുള്ള കഴിവ് omega-3ക്കുണ്ട്. അല്ലെങ്കിൽ omega-3 അടങ്ങിയ മത്സ്യങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക, അതല്ലെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റേഷൻ എടുക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പൊതുവായിട്ടുള്ള പഠനങ്ങളൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ജപ്പാനിലൊക്കെയുള്ള ആൾക്കാരുടെ ആയുർദൈർഘ്യം വളരെ അധികമാണ്. അവിടെയുള്ള ഹാർട്ട് അറ്റാക്കിൻ്റെ തോതൊക്കെ മറ്റുള്ള പ്രദേശത്തുള്ള രാജ്യങ്ങളിലുള്ള ജനങ്ങളെ അപേക്ഷിച്ച് തുലവും കുറവാണ്. എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും കുറഞ്ഞു വരുന്നത്? തീർച്ചയായിട്ടും അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ശ്രദ്ധ, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്രമീകരണം, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ അവർ ഉപയോഗിക്കുന്ന ഉപ്പിൻ്റെ അളവ്, ഇതൊക്കെ ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പക്ഷേ ഇവർ ധാരാളമായിട്ട് കഴിക്കുന്ന, അതായത് നമ്മുടെ സ്നാക്സ്, നമ്മളൊക്കെ ഈ പഴംപൊരിയും പരിപ്പുവടയും ഉഴുന്നുവടയൊക്കെ കഴിക്കുന്നതിന് പകരം അവർ ട്രഡീഷണലി കഴിക്കുന്ന ഒരു സ്നാക്ക് ഉണ്ട്. അത് നാറ്റോ എന്നാണ് പറയുക, നാറ്റോ കൈനേസ്. നാറ്റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള പുളിച്ച സോയയാണ്. പുളിച്ച സോയ കൊണ്ടുണ്ടാക്കുന്ന ഒരു വിഭവമാണ് നാറ്റോ എന്ന് പറയുന്നത്. നാറ്റോ കഴിക്കുന്നത് കൊണ്ട് ഇവർക്ക് ഏകദേശം വളരെ വലിയ തോതിൽ തന്നെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്നാണ് പുതിയ റിസർച്ചുകളൊക്കെ പറയുന്നതും. അതുകൊണ്ട് അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടൊന്ന് വൈറ്റമിൻ K2 ഉണ്ട്. വൈറ്റമിൻ K2ൻ്റെ കാര്യം നിങ്ങൾക്കറിയാം. ഹൃദയാഘാതത്തിൻ്റെ അല്ലെങ്കിൽ ഹാർട്ട് ബ്ലോക്കിനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് കൊഴുപ്പ് അടിഞ്ഞുകൂടിയിട്ടുണ്ടാകുന്നത് മാത്രമല്ല, മറിച്ച് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ കാൽഷ്യം ഓക്സാലൈറ്റ്സുകൾ അടിഞ്ഞുകൂടിയിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടാവാം. വൈറ്റമിൻ K2 ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബ്ലോക്കിനെ പൂർണ്ണമായിട്ടും മാറ്റാൻ വേണ്ടി കഴിയും. അപ്പോൾ പുതിയതായിട്ടുണ്ടാകുന്ന ക്ലോട്ട്സ് പെട്ടെന്ന് ക്ലോട്ട്സ് ഉണ്ടാകുമ്പോഴാണ് ഈ അറ്റാക്ക്, നെഞ്ചുവേദന അങ്ങനെയൊക്കെ ഉള്ളത് പറ്റുന്നത്. ചില പഠനങ്ങൾ പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ക്ലോട്ട്സിന് ഈ നാറ്റോ അല്ലെങ്കിൽ നാറ്റോ കൈനേസ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ 6 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ പുതിയ ക്ലോഗ് 88% കുറഞ്ഞു വരുന്നു എന്നൊക്കെ ഉള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ ക്ലോട്ട്സിനെ വളരെ കാര്യമായിട്ട് കുറക്കുവാൻ വേണ്ടിയും അതുവഴി ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനൊക്കെ ഈ നാറ്റോ കൈനേസിന് വ്യക്തമായിട്ടുള്ള സംഭാവനകളുണ്ട്. അതുപോലെ തന്നെ ഇത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമല്ല നാറ്റോ കൈനേസ് ഉപയോഗിക്കുക. നമുക്ക് നാസൽ പോളിപ്പൊക്കെ എന്ന് പറഞ്ഞ ഒരു കീറാമുട്ടിയാണ്. പലപ്പോഴും DNS സർജറി, നമ്മൾ ഡീവേറ്റഡ് നാസൽ സെപ്റ്റം കറക്റ്റ് ചെയ്യാനുള്ള സർജറിയൊക്കെ ചെയ്തു കഴിഞ്ഞാലും 2-3 മാസം കഴിയുമ്പോഴൊക്കെ ചിലർക്ക് ഇത് വീണ്ടും തിരിച്ചു വരാറുണ്ട്. 4-5 തവണയൊക്കെ ഇത്തരം സർജറി ചെയ്തിട്ടും നാസൽ പോളിപ്പ് മാറാത്ത ആൾക്കാർക്കൊക്കെ ഒരു പക്ഷേ നാറ്റോ കൈനേസ് കൃത്യമായ അനുപാതത്തിൽ കൊടുക്കുകയാണെങ്കിൽ അവരുടെ നാസൽ പോളിപ്പും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള അലർജികളുമൊക്കെ കുറഞ്ഞു വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. മറ്റൊന്ന്, തീർച്ചയായിട്ടും നാറ്റോ കൈനേസ് നമ്മുടെ രക്തചംക്രമണത്തിനെ ത്വരിതപ്പെടുത്തും. കൃത്യമായിട്ട് രക്തത്തിൻ്റെ പ്രവാഹം വളരെ ക്രമീകരിച്ച് ഹൃദയപേശികളിലേക്ക് ശരിയായ അനുപാതത്തിൽ അളവിലും ഓക്സിജൻ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകം കൂടിയാണ് നാറ്റോ കൈനേസ്. അതുകൊണ്ട് തന്നെ ഹൈപ്പർ ടെൻഷൻ, രക്താതിസമ്മർദ്ദത്തിനെ കൃത്യമായിട്ട് കുറച്ചു കൊണ്ടുവരുവാനും നാറ്റോ കൈനേസിന് കഴിയും. ധമനിയുടെ കട്ടി കൂടുക എന്നുള്ളതും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വരുന്ന ഏറ്റവും വലിയൊരു ചലഞ്ചാണ്. ധമനിയുടെ കട്ടി കൂടുന്നതനുസരിച്ചിട്ട് ഈ ക്ലോഗ് ഫോർമേഷനുള്ള സാധ്യത വർദ്ധിക്കുകയും അറ്റാക്കിനുള്ള സാധ്യത കൂടുകയും ചെയ്യും. കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ സെറാനാറ്റോ കൈനേസ് അല്ലെങ്കിൽ നാറ്റോ കൈനേസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ധമനിയുടെ കട്ടി കുറക്കാനും വേണ്ടി കഴിയും. വളരെ വലിയൊരു ഹൃദയ സംബന്ധമായ ആരോഗ്യത്തിനുള്ള ഒരു ചലഞ്ചാണ് അയോർട്ടിക് പ്ലാക്സ് എന്ന് പറയുന്ന, അയോർട്ടയിൽ വരുന്ന, അതായത് നമ്മുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ രക്തക്കുഴലിന് വരുന്ന ബ്ലോക്ക്. അപ്പോൾ ഈ പ്ലാക്കിനെ ജിൻസെങ്ങുമായിട്ട് കലർത്തി, ജിൻസെങ് എന്ന് പറയുന്നത് നല്ല ഒരു ബ്ലഡ് തിന്നിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഘടകമാണ്. ജിൻസെങ്ങും ഈ പറയുന്ന നാറ്റോ കൈനേസും കൂടി കൃത്യമായിട്ട് കൊടുക്കുകയാണെങ്കിൽ, അത് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും ആ രോഗി കഴിക്കുന്ന മറ്റുള്ള ഭക്ഷണങ്ങളും അയാൾ കഴിക്കുന്ന മരുന്നുകളും അദ്ദേഹത്തിൻ്റെ ഈ പ്ലാക്കിൻ്റെ തീവ്രതയും അദ്ദേഹത്തിനുള്ള കോർമോർബിഡിറ്റീസ് എന്ന് വിളിക്കുന്ന, കോർമോർബിഡിറ്റീസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് എത്രമാത്രമുണ്ട്, അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ എത്രമാത്രം അയാളെ സ്വാധീനിക്കുന്നുണ്ട്, അയാൾക്ക് ഒബേസിറ്റി ഉണ്ടോ, ഇത്തരത്തിലുള്ള എല്ലാ ഘടകങ്ങളും പരിഗണിച്ചിട്ടാണ് ഈ അളവ് ജിൻസെങ്ങും
നാറ്റോകൈനേസൊക്കെ കൃത്യമായിട്ട് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് ആ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ വളരെ വലിയൊരു റിസൾട്ടാണ് നമുക്ക് ലഭിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഘടകങ്ങളൊക്കെ ഒരുപാട് വാരിക്കഴിച്ച് നിങ്ങൾ ഹൃദയത്തിന് ആരോഗ്യം വർദ്ധിക്കുമെന്നല്ല, അതിൻ്റെ കൂടെ തന്നെ കൃത്യമായിട്ട് നിങ്ങൾ ഒഴിവാക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഉപ്പ് പരമാവധി കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ്, അന്നജത്തിൻ്റെ അത്തരത്തിലുള്ള അന്നജ വിഭാഗത്തിൽപ്പെട്ട പഞ്ചസാരയുടെയൊക്കെ ഉപയോഗം പൂർണ്ണമായിട്ട് കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവുക. റെഗുലറായിട്ടുള്ള വ്യായാമങ്ങൾ കൂടി വിശ്രമത്തിൽ കൂടിയൊക്കെ മാത്രമേ നമുക്ക് ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ ശരിയായ ഇടപെടൽ കൂടി ശരിയായ ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ഫുഡ് സപ്ലിമെൻറ്റേഷൻസിൽ കൂടിയൊക്കെ നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുവാൻ വേണ്ടിയും ഹൃദയ ആഘാതത്തെ ഒരു വലിയ പരിധി വരെ ചെറുക്കുവാൻ വേണ്ടിയും സാധിക്കുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി. ധമനിയുടെ കട്ടി കൂടുന്നതനുസരിച്ചിട്ട് ഈ ക്ലോക്ക് ഫോർമേഷനുള്ള സാധ്യത വർദ്ധിക്കുകയും അറ്റാക്കിനുള്ള സാധ്യത കൂടുകയും ചെയ്യും. കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ സെറാനാറ്റോകൈനേസ് അല്ലെങ്കിൽ നാറ്റോകൈനേസ് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ധമനിയുടെ കട്ടി കുറയുകയും